അപ്പോൾ ഗൈസ് നമ്മൾ അണ്ടർകോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മളെ അടുത്ത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ്. അപ്പോൾ കസ്റ്റമർ എവിടുന്ന് അണ്ടർകോട്ട് അടിച്ചിട്ട് അവർ പ്രോപ്പറായിട്ട് വാഷ് പോലും ചെയ്ത കാരണം തന്നെ നമ്മൾ തൊടുമ്പോൾ തന്നെ മണ്ണിളകി വരുന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം വണ്ടി ഡെലിവറി കഴിഞ്ഞിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചെയ്യാൻ നോക്കട്ടെ. അതാണ് ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ വണ്ടി കുറച്ച് റൺ ചെയ്ത വണ്ടിയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ പ്രീമിയം അണ്ടർബോഡി വാഷിംഗ് ആണ് കേട്ടോ. നമ്മൾ തുരുമ്പുള്ള സ്ഥലത്ത് തുരുമ്പ് കളഞ്ഞിട്ടും അതുപോലെ തന്നെ കറക്റ്റ് ബ്രഷ് ചെയ്ത് ചളിയൊക്കെ കളഞ്ഞ് നല്ല നീറ്റ് ആക്കിയിട്ടാണ് നമ്മൾ അണ്ടർബോഡി ചെയ്യാൻ വേണ്ടി. കസ്റ്റമറിന് സൈലൻസർ കോട്ടും കൂടി വേണമെന്ന് പറയണമെങ്കിൽ ആദ്യം തന്നെ സൈലൻസർ കോട്ടിൻ്റെ പരിപാടി തീർക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ കുറച്ചൊക്കെ ഓടിയ വണ്ടിയാണെങ്കിൽ എന്തായാലും സൈലൻസറിൻ്റെ മുകളിൽ നന്നായിട്ട് തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് മെഷീൻ വെച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് സൈലൻസർ കോട്ട് അടിക്കാണ് ഏറ്റവും ബെറ്റർ വരുന്നത്. സൈലൻസറിൻ്റെ മുകളിൽ നമ്മൾ ഒരിക്കലും നോർമൽ അണ്ടർബോഡി പെയിൻറ് അടിക്കാൻ പാടില്ല. സൈലൻസറിന് വേണ്ടി സൈലൻസർ കോട്ടിങ് സെപ്പറേറ്റ് വരുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചറൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള സാധനമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതന്നെ അടിക്കാൻ നോക്കണം. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമുക്ക് അത്ര എക്സ്പെൻസീവ് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സൈലൻസർ കോട്ട് ഒഴിവാക്കി വിടുകയാണ് നല്ലത്. സൈലൻസർ കോട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ കോട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോട്ട് അടിക്കുക. രണ്ടാമത്തെ കോട്ട് കഴിഞ്ഞിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സൈലൻസർ ചൂടാക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു വെൽ നോൺ ബ്രാൻഡിൽ തന്നെ അണ്ടർബോഡി അതുപോലെ സൈലൻസർ കോട്ട് ചൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഒരിക്കലും നോർമൽ ബ്ലാക്ക് പെയിന്റ് എടുത്തിട്ട് അണ്ടർബോഡിക്ക് അടിക്കരുത്. അപ്പോൾ അണ്ടർബോഡി കോട്ടിങ് സെപ്പറേറ്റ് പെയിന്റ് വരുന്നുണ്ട്, അത് തന്നെ അടിക്കണം. പിന്നെ അടുത്ത കാര്യമാണ് വെഹിക്കിൾ കവർ ചെയ്യുക എന്നുള്ളത്. എന്തായാലും നമ്മൾ വെഹിക്കിൾ കവർ ചെയ്തിട്ട് അണ്ടർബോഡി അടിക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ എങ്ങനെ പോയാലും അത് എന്തായാലും പാറും. അപ്പോൾ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് വെഹിക്കിൾ വാഷ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വെഹിക്കിൾ അണ്ടർബോഡി ചെയ്യുക. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പോസിബിൾ കവേഴ്സ് തന്നെ യൂസ് ചെയ്യുക. നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് മാസ്ക് ചെയ്ത് ക്ലിയർ ആക്കുക. അണ്ടർബോഡി നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം അണ്ടർബോഡി നന്നായിട്ട് ക്ലിയർ ആക്കി ഇട്ടതിന് ശേഷം നന്നായിട്ട് എയർ അടിച്ച് ഗ്യാപ്പിത്തൊക്കെ വെള്ളം കളയും. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ അണ്ടർബോഡി ചെയ്യില്ല. അണ്ടർബോഡി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഉണങ്ങിയതിന് ശേഷം നമ്മൾ വണ്ടി എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു ലോങ് ടൈമിനായിട്ട് അണ്ടർബോഡി ചെയ്യുന്നതിനായിട്ട് ഏറ്റവും ബെറ്റർ നമ്മൾ 3 to 4 ഇയേഴ്സ് കൂടുമ്പോൾ ടോപ്പ് അപ്പ് ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കാർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.